അല്ല അത് പിന്നെ അദ്ദേഹം പോവല്ലേ, രാഷ്ട്രപതിയുടെ വിജ്ഞാപനമല്ലേ. എല്ലാ ആശംസകളും. ബീഹാറിന് നല്ല പ്രതീക്ഷ കിട്ടട്ടെ. അതിപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിലില്ല എന്താണെന്നുള്ളത്. എന്തായാലും ഭരണഘടന അനുസരിച്ച് പുതിയ ഗവർണർ പ്രവർത്തിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം പല അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ, ജനാധിപത്യപരമായി അംഗീകരിക്കപ്പെട്ട ബില്ലുകൾ പോലും ഒപ്പുവയ്ക്കാത്തൊരു അസാധാരണ സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്ന പല അനുഭവങ്ങളുണ്ടായി. അപ്പം അത്തരം കാര്യങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതവും നിയമത്തിനനുസൃതമാണോ? ഇപ്പോൾ ചാൻസലർ പ്രവർത്തി നിയമത്തിനനുസരിച്ചാണ്, ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ്. അപ്പം അതിൽ കുറേയേറെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായി. ഇനിയിപ്പോൾ പുതിയ ആൾ വരുമ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി അദ്ദേഹം പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അത് കോടതിയുടെ വിധി, അത് കോടതി വിധിയല്ലേ. എങ്ങനെ ബാധിച്ച്? അല്ല എങ്ങനെ ബാധിച്ച്? അത് നിങ്ങളുടെ പ്രശ്നം. അത് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം CPM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളൊരു വൺ സൈഡഡ് ആയതുകൊണ്ട് മാത്രം വരുന്ന ഇന്ന് വന്ന കാര്യങ്ങളെല്ലാം ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മതി. അതെ കോടതിയല്ലേ വിധിക്കുന്നത്.